ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സദൃശ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിലത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി, അതായത് 105ാമത്തെ പേജിലെ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ ചിത്രം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പ്രവർത്തനമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. വിലങ്ങനെയുള്ള ഒരു വരയുടെ രണ്ടറ്റത്തും ഒരേ വലിപ്പമുള്ള കോണുകൾ മുകളിലും താഴെയുമായി വരച്ച് ചരിഞ്ഞ വരകളിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങളും ചരിഞ്ഞ വരയുടെ ഭാഗങ്ങളും ഒരേ അംശബന്ധത്തിലാണ് എന്ന് തെളിയിക്കുക. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വിലങ്ങനെയുള്ള ഒരു വര, എന്താ ഈ വിലങ്ങനെ എന്ന് വെച്ചാൽ ഇതുപോലെ വരക്കുന്ന വരയാണ് വിലങ്ങനെയുള്ള വര. അതായത് ഇതിന് ഞാൻ പേര് കൊടുക്കുന്നത് എ ബി ആണ് വിലങ്ങനെയുള്ള വര. വിലങ്ങനെയുള്ള ഒരു വരയുടെ രണ്ടറ്റത്തും, ഇതിന്റെ രണ്ടറ്റങ്ങൾ എന്ന് വെച്ചാൽ എയും ബിയും ആണുള്ള രണ്ടറ്റങ്ങള്, രണ്ടറ്റത്തും ഒരേ വലിപ്പമുള്ള കോണുകൾ എന്ത് ചെയ്യുന്നു? ഈ എ എന്ന് പറഞ്ഞ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കോൺ ഒരേ വലുപ്പത്തിൽ, ഇവിടെ നമ്മൾ 45 ഡിഗ്രിയാണ് എടുക്കുന്നെങ്കിൽ ഇവിടെയും 45, ആ ഒരു രീതിയിൽ ഒരേ വലിപ്പമുള്ള കോണുകൾ മുകളിലും താഴെയുമായി വരച്ചിരിക്കുന്നു. ഒന്ന് മുകളിലേക്ക് പോകുന്ന വിധത്തിലും മറ്റൊന്ന് താഴേക്ക് വരുന്ന വിധത്തിലും വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? താഴെയുമായി വരച്ച് ചരിഞ്ഞ വരകളിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു വരയും കൂടി വരച്ചിട്ടുണ്ട്. ഈ ചെരിഞ്ഞ വരയ്ക്ക് നമുക്ക് പി ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, പി ക്യൂ ആണല്ലേ, സി ഡി കൊടുക്കാം. സി ഡി അതാണ് നല്ലത്, സി ഡി. അപ്പൊ ഈ ചെരിഞ്ഞ വരയുടെ പേര് സി ഡി ആണ്. ആ സി ഡിന്റെ അറ്റത്തുള്ള ബിന്ദുക്കളിലേക്ക് ഈ കോണ് മുട്ടിക്കുന്നു. ഓക്കെ, അങ്ങനെ യോജിപ്പിക്കുന്നു. സിയിലേക്ക് എയിൽ നിന്നുള്ള കോൺ സിയോടും മുട്ടിച്ചു, ഡിയിലേക്കുള്ള ഡി എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് ബിയിൽ നിന്നുള്ള കോണും അവിടെ യോജിപ്പിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? രണ്ട് ത്രികോണങ്ങൾ കിട്ടിയല്ലോ. ഇത് നോക്കിയേ, വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങളും. ഏതാ വിലങ്ങനെയുള്ള വര? ഇത് ഈ എ ബി പറയുന്ന വരയാണല്ലോ വിലങ്ങനെയുള്ള വര. അപ്പൊ ഈ വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഈ ഭാഗം, മറ്റൊന്ന് ഈ ഭാഗം അല്ലേ. ഇതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ഇവിടെ ഓ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ രണ്ട് ഭാഗങ്ങളുണ്ട്. വിലങ്ങനെയുള്ള വരയുടെ ഒരു ഭാഗമാണ് എ ഒ, മറ്റൊരു ഭാഗമാണ് ഒ ബി. ഓക്കെ, വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങളും ചരിഞ്ഞ വരയുടെ ഭാഗങ്ങളും. ചരിഞ്ഞ വര ഏതാണ്? സി ഡി ആണ് ചരിഞ്ഞ വര. അവയുടെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ സി ഒയും ഒ ഡിയും ഭാഗങ്ങളും ഒരേ അംശബന്ധത്തിലാണെന്ന് നമുക്ക് തെളിയിക്കണം. ഇവ തമ്മിലുള്ള അംശബന്ധം ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കണം. അതായത് എ ഒ ഈസ് ടു ഒ ബി സമമായിരിക്കും സി ഒ ഈസ് ടു ഒ ഡി എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ത്രികോണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ത്രികോണങ്ങൾ സദൃശങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തെളിയിക്കണം. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ത്രികോണങ്ങളും സദൃശമാണോ എന്ന് നമുക്ക് നോക്കാം. സദൃശമാണെങ്കിൽ നമുക്ക് അംശബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയുടെ തുല്യമായിട്ടുള്ള കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ തമ്മിൽ ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ന് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ നോക്കുന്നു. അതിന് ആദ്യം ഞാൻ പരിഗണിക്കുന്ന ത്രികോണം എ ഒ സി ആണ്. അപ്പൊ അതവിടെ എഴുതുന്നു ഞാൻ, ത്രികോണം എ ഒ സി. മറ്റെടുക്കുന്ന ത്രികോണം ഏതാ? ബി ഒ ഡി. ഓക്കെ, ത്രികോണം ബി ഒ ഡി. അപ്പൊ ത്രികോണം എ ഒ സി എന്ന് വെച്ചാൽ ഈ ത്രികോണം ബി ഒ ഡി എന്ന് വെച്ചാൽ ഇത്. ഇതിലെ വശങ്ങളെ നമുക്ക് നോക്കാം. വശങ്ങൾ നോക്കുന്നതിന് മുന്നേ ഇവയുടെ കോണുകൾ പരസ്പരം തുല്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന കോൺ നോക്കിയേ. എ എന്ന് പറയുന്ന കോണും കോൺ ബിയും തുല്യമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ കിട്ടുന്ന സെന്റൻസ്? ഒരേ വലിപ്പമുള്ള കോണുകൾ എന്ന് പറയുന്നുണ്ടല്ലോ. അതിനർത്ഥം എയും ബിയും തുല്യമാണെന്നല്ലേ. അപ്പൊ എയും ബിയും തുല്യം എന്ന് വെച്ചാൽ ശരിക്കും എ എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് പേരെന്ത് കൊടുക്കാം? സി എ ഒ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒ എ സി എന്ന് കൊടുക്കാം. ഒ എ സി ആണ് കുറച്ചുകൂടി നല്ലതല്ലേ എഴുതാൻ. അപ്പൊ കോൺ ഒ എ സി എന്ന് പറയുന്ന ഈ കോൺ എത്രയാണോ, ഒ എ സി ഇതാണല്ലോ കോണ്, ഇതിന്റെ അളവ് എത്രയാണോ അതാണ് ഒ ബി ഡി എന്ന് പറയുന്ന കോണിന്റെയും അളവെന്ന് പ്രത്യേകം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എഴുതുന്നു. ഒ എ സി സമം കോൺ ഒ ബി ഡി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ചോദ്യത്തിൽ തന്നതാണ്. ഇവ തുല്യമായ രീതിയിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞാൽ നോക്കിയേ, പിന്നെ ഏതെങ്കിലും കോൺ തുല്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ഈ ഒ എന്ന് പറയുന്ന ബിന്ദു എടുത്തു കഴിഞ്ഞാൽ ഈ ബിന്ദുവിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് കോണുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ കോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതായത് എ ബി എന്ന് പറയുന്ന ഒരു വരയും
സി ഡി എന്ന് പറയുന്ന മറ്റൊരു വരയും ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി കോണുകളാണല്ലോ. എത്ര ജോഡി കോണുകൾ ഉണ്ടാകുന്നുണ്ട്? ഒന്ന് ഈ ഒരു ജോഡി, മറ്റൊന്ന് ഈ ഒരു ജോഡി. ഈ കോണുകൾക്ക് ഒരു പേരുണ്ടല്ലോ, എതിർക്കോണുകൾ അല്ലെ. ഇതിന്റെ എതിർക്കോണാണ് ഇത്, ഇതിന്റെ എതിർക്കോണാണ് ഇത്. നമ്മൾ പഠിക്കുന്നുണ്ട്, 5ാം ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന എതിർക്കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇവിടെ 40, ഇനി അഥവാ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100, അങ്ങനല്ലേ വരുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം? ഈ രണ്ട് കോണും എപ്പോഴും തുല്യമായിരിക്കും. ഏതൊക്കെയാണ് ആ കോണുകളുടെ പേര്? എ ഒ സി എന്ന് പറയുന്ന കോണും, അതായത് കോൺ എ ഒ സി ആർക്ക് തുല്യമാണ്? കോൺ ബി ഒ ഡിക്ക് തുല്യമാണ്. കോൺ ബി ഒ ഡി അതെന്തുകൊണ്ട് തുല്യമാവുന്നു? ഇത് നമുക്ക് ചോദ്യത്തിൽ തരാത്ത കാര്യമുണ്ട്. അതിന്റെ കാര്യം നമ്മുടെ ബ്രാക്കറ്റിൽ അതിന്റെ ഉത്തരം എന്തുകൊണ്ട് അത് തുല്യമാവുന്നു എന്നുള്ള കാര്യം ബ്രാക്കറ്റിൽ എഴുതണം. എന്തുകൊണ്ടാണ് ഇത് തുല്യമായത്? കാരണം അവ എന്താണ്? എതിർക്കോണുകളാണ്. അപ്പൊ എതിർക്കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും എന്ന് പഠിക്കുന്നുണ്ട്. എതിർക്കോണുകൾ തുല്യം അങ്ങനെ എഴുതിയാൽ മാത്രം മതി പരീക്ഷക്ക്. എതിർക്കോണുകൾ തുല്യമായത് കൊണ്ടാണ്, ഇവ രണ്ട് എതിർക്കോണാണല്ലോ, അതുകൊണ്ടാണ് അവ സമമായത്, തുല്യമായത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ രണ്ട് കോണും തുല്യം. അപ്പോൾ ഒരു ത്രികോണത്തിൽ, ഈ ത്രികോണത്തിലെ ഈ രണ്ട് കോണ് ഏതിനൊരു തുല്യമാണ്? ഈ ബി ഒ ഡി എന്ന് പറയുന്ന ത്രികോണത്തിൽ ഈ രണ്ട് കോണിന് തുല്യമാണ്. അപ്പൊ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ കോൺ എന്തായാലും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ആരൊക്കെ തുല്യമായിരിക്കും? ഈ കോണിന്റെ അളവ് എത്രയാണോ അത് തന്നെയായിരിക്കും ആർക്ക് വരിക? ഡി. അപ്പൊ രണ്ട് കോണുകൾ തുല്യമായ പിന്നെ മൂന്നാമത്തെ കാര്യം നോക്കാനില്ല, മൂന്നാമത്തേത് ഉറപ്പായിട്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ആരൊക്കെയാ തുല്യമായിട്ട് വരിക? ഈ സിയും കോൺ ഡിയും. ഓക്കെ, അപ്പൊ കോൺ സിക്ക് നമുക്ക് പറയാം കോൺ ഡി എന്നും പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കോൺ എ സി ഒ അല്ലെങ്കിൽ ഒ സി എ എന്ന് വേണമെങ്കിലും അതിന് പറയാം അല്ലെ. ഈ കോണിന് ഒ സി എ എന്നുള്ള പേരും കൊടുക്കാം, കോൺ സി എന്നും കൊടുക്കാലോ, ഇഷ്ടം പോലെ. പക്ഷെ ഞാനിവിടെ കോൺ ഒ സി എ എന്നാണ് പറയുന്നത്. കോൺ ഒ സി എ ആർക്ക് തുല്യമാണ്? കോൺ ഒ ഡി ബിക്ക് തുല്യം. കോൺ ഒ ഡി ബിക്ക് തുല്യം. അപ്പം എന്ത് എഴുതണം? കാരണം ഒരു ത്രികോണത്തിലെ ഇത് ഷോർട്ടാണ് ഞാൻ എഴുതുന്ന, ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകൾക്ക് തുല്യമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ത്രികോണം ഒ എ സിയും ത്രികോണം ഒ ബിയുടെയും സദൃശ്യ ത്രികോണങ്ങളാണ്. ത്രികോണം ഒ എ സി ഇതെല്ലാം തുല്യമായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം വഴി? ഒരു ത്രികോണം ഒ എ സിയിലെ മൂന്ന് കോണുകളും ത്രികോണം ഒ ബി ഡിയിലെ മൂന്ന് കോണുകൾക്ക് തുല്യമായതിനാൽ അവ സദൃശ്യങ്ങളാണ്. അപ്പൊ ത്രികോണം ഒ എ സിയും ത്രികോണം ഒ ബി ഡിയും സദൃശ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് എന്ത് എഴുതണം? അതായത് ത്രികോണം ഒ എ സിയിലെയും ത്രികോണം ഒ ബി ഡിയിലെയും കോണുകൾ പരസ്പരം തുല്യമായതിനാൽ അവ സദൃശങ്ങളാണെന്ന് എക്സാമിൽ നിങ്ങൾ എഴുതണം. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് സദൃശങ്ങളാണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ സദൃശ ത്രികോണങ്ങൾക്കുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ സദൃശ ത്രികോണങ്ങൾ പ്രത്യേകത? ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെങ്കിൽ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ എങ്ങനെയായിരിക്കും? ആനുപാതികമായിരിക്കുമല്ലോ. ആരൊക്കെയാണ് തുല്യ കോണുകൾ? ഇവിടെ നോക്കിയേ, കോൺ എ എന്ന് പറയുന്നത് കോൺ ബിക്ക് തുല്യമാണല്ലോ. എക്ക് എതിരെ വരുന്ന വശം ഏതാണ്? ഇതിനെതിരെ വരുന്ന വശം ഒ സി. ബിയുടെ എതിരായിട്ട് വരുന്ന ഏതാ? ഒ ഡി ആണല്ലോ. അപ്പൊ ഈ വരയും തമ്മിൽ അനുപാതം എന്നല്ല അതിനർത്ഥം. അതായത് ചരിഞ്ഞ വരയിലെ രണ്ട് ഭാഗങ്ങളല്ലേ അത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ സി ഈസ് ടു ഒ ഡി. അതായത് ഒ സിയും ഒ ഡിയും തമ്മിലുള്ള അംശബന്ധം ആർക്ക് തുല്യമാണെന്ന് നോക്കാം. അതിന് അടുത്ത് നോക്കിക്കോ നിങ്ങൾ. ഇനി വരുന്നത് ഈ കോണ് നോക്കിയാ, ഈ സി എന്ന് പറയുന്ന ഈ കോണിന് എതിരെ വരുന്ന ഏതാ? ഒ എ എന്ന് പറയുന്ന വശമാണല്ലോ. കോൺ ഡിക്ക് എതിരെ വരുന്ന വശം ഏതാ? ഒ ബി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ എ ഈസ് ടു ഒ ബി. അവ തമ്മിലുള്ള അംശബന്ധവും
ഈ രണ്ട് വശങ്ങളുടെ അംശബന്ധവും തുല്യമായിരിക്കും. അതല്ലേ നമ്മളോട് തെളിയിക്കാൻ വന്നത്. അതായത് വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങളും ചരിഞ്ഞ വരയുടെ ഭാഗങ്ങളും ഒരേ അംശബന്ധത്തിലാണ് എന്നാണ് ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് അർത്ഥം. അതല്ലേ നമ്മളോട് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യവും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാനിവിടെ എഴുതി കഴിഞ്ഞു. കുറച്ച് എന്താ പറയുക, ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഷോർട്ടായിട്ട് എഴുതേണ്ടി വന്നത്. ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? ത്രികോണങ്ങൾ സദൃശങ്ങളായതിനാൽ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. അതായത് OC/OD സമം OA/OB എന്ന് കൃത്യമായിട്ട് കാരണം നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. എന്താ കാരണം എഴുതേണ്ടത്? ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ അതിൻ്റെ കാരണം കൃത്യമായിട്ട് എഴുതുക. തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. അതുകൊണ്ടാണ് OC/OD ആർക്ക് തുല്യമാവുന്നത്? OA/OBക്ക് തുല്യമാവുന്നത്. ഇവിടെ OCയും ODയും എന്താണ്? ഈ ചരിഞ്ഞ വരയുടെ ഭാഗങ്ങളും OAയും OBയും വിലങ്ങനെയുള്ള വരയുടെ ഭാഗങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. അതിന് മുന്നേ, അതായത് ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ മായ്ച്ച ശേഷം ഞാൻ ആ ചോദ്യം ചെയ്യുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വിലങ്ങനെയുള്ള വരയുടെ രണ്ടറ്റത്തുമുള്ള ചരിഞ്ഞ വരകൾ തമ്മിലുള്ള അംശബന്ധവും ഇതുതന്നെയാണെന്ന് തെളിയിക്കുക. വിലങ്ങനെയുള്ള വരയുടെ രണ്ടറ്റത്തുമുള്ള ചെരിഞ്ഞ വരകൾ. വിലങ്ങനെയുള്ള വര ഞാൻ നേരത്തെ പറഞ്ഞു AB ആണ് വിലങ്ങനെയുള്ള വര. അതിന്റെ രണ്ടറ്റത്തുമുള്ള എന്ത് വേണം? വരകൾ. ഏതാണ്? Aയുടെ അറ്റത്തുള്ള വര AC ആണ്, Bയുടെ അറ്റത്തുള്ള വര BD ആണ്. ഈ രണ്ട് വരകളുടെ അംശബന്ധവും അത് തന്നെയാണെന്ന് തെളിയിക്കാനാണ്. അതായത് ഇതിന്റെ അംശബന്ധം എത്രയാണോ ഈ രണ്ട് വരകളുടെ അംശബന്ധം അത് തന്നെയാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക. അതായത് AC/BD തീർച്ചയായിട്ടും ഇതേ അംശബന്ധത്തിലായിരിക്കില്ലേ? കാരണം എന്തുകൊണ്ടാ? ഈ ത്രികോണത്തിന്റെ ഭാഗങ്ങളല്ലേ ACയും BDയും. അതായത് സദൃശ ത്രികോണങ്ങളുടെ ഭാഗങ്ങളാണ് ACയും BDയും. അതായത് OAC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ ഒരു വശമാണ് AC, OBD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ മറ്റൊരു വശമാണ് BD. പിന്നെയോ അത് മാത്രമല്ല, ഈ രണ്ട് കോണുകളും തുല്യമാണല്ലോ. തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളുമാണ് ഏത്? ഈ AOC എന്ന് പറയുന്ന കോണിനെതിരെ വരുന്ന വശമാണ് AC, പിന്നെ BOD എന്ന് പറയുന്ന കോണിനെതിരെ വരുന്ന വശമാണ് BD. അപ്പോൾ അങ്ങനെ ആ വശങ്ങളും എന്തായിരിക്കും? തുല്യം. അപ്പം നമുക്ക് അതിന് കൃത്യമായ കാരണം വെച്ച് എഴുതണമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ത്രികോണം AOCയും ത്രികോണം BODയും സദൃശങ്ങളായതിനാൽ ആരൊക്കെയാണ്? ത്രികോണം AOCയും ത്രികോണം BODയും സദൃശങ്ങളായതിനാൽ അവയുടെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. എന്ന് വെച്ചാല് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ ഈ രണ്ട് വരകൾ തമ്മിലുള്ള അംശബന്ധങ്ങളാണ് നമ്മൾ എടുത്തത്. ഇനി അപ്പൊ അതിൽ മൂന്നാമത്തെ വര ഏതാണ്? ACയും BDയും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് AC/BD ആർക്ക് സമമാണ്? ഈ അംശബന്ധങ്ങൾക്ക് തുല്യമാണ്. OC/ODക്കും OA/OBക്കും തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യവും ഞാനിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഈ ചോദ്യത്തിൽ തന്നെ മൂന്നാമതൊരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് ഞാനിവിടെ താഴെ എഴുതാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നമ്മളിപ്പം ഈ ചെയ്ത ഈ പ്രോബ്ലം ഉപയോഗിച്ച്, ഈ പ്രവർത്തനം ഉപയോഗിച്ച് നമുക്കൊരു ചിത്രം വരക്കാനുണ്ട്. അത് വിശദീകരിക്കാനാണ് പറയുന്നത്. ഇതുപയോഗിച്ച് 6 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന രീതി വിശദീകരിക്കുക. അതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ചിത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു?
AB എന്ന് പറയുന്ന വര 6 സെന്റിമീറ്റർ നീളത്തിൽ വരക്കുന്നു. അതായത് 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കുന്നു. ഇത് 6 സെന്റിമീറ്റർ നീളം. ഇതിന് AB എന്ന് പേരും കൊടുക്കുന്നു. ഓക്കെ. പിന്നെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്നറിയോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അറ്റത്ത് നിന്ന് തുല്യ അളവുകളുള്ള കോണുകൾ മുകളിലേക്കും താഴേക്കും വരച്ചിരിക്കുന്നു എന്നല്ലേ ചോദ്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന കോണളവ് എത്രയാണോ അത്ര തന്നെ കോണളവ് ഞാൻ ഇവിടെയും എടുത്തുകൊണ്ട് ഇങ്ങനെ 2 വരകൾ വരക്കുന്നു. അതായത് ഇവിടെ ഞാനൊരു 40ഓ 50ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കോണളവ് എടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 ഡിഗ്രി കോണളവിൽ ഇങ്ങനെ ഒരു വര വരക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 ഡിഗ്രി കോണളവിൽ ഒരു വര വരക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വശം ഞാൻ 4 സെന്റിമീറ്റർ എടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന വശം 3 എടുക്കുന്നു. ഓക്കെ. ഇത് 4ഉം ഇത് 3ഉം അത്രയും വേണ്ടു. കോണളവ് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 40 ആണെങ്കിൽ ഇവിടെ 40 എടുക്കുന്നെങ്കിൽ ഇവിടെയും 40 ഡിഗ്രി എടുത്തിട്ട് ഇവിടുന്ന് താഴേക്ക് വരക്കുക, ഇവിടുന്ന് മുകളിലേക്കും വരക്കുക. ഇവിടെ 4 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ പഠിച്ച ചിത്രത്തിൽ ഇവിടെ വലിയ ത്രികോണം, ഇവിടെ ചെറിയ ത്രികോണമാണ് വന്നതിന്. അപ്പം 4 ഇവിടെ എടുക്കും, 3 ഇവിടെ എടുക്കുക. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ ഈ വരച്ച വരയിൽ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 3 മാർക്ക് ചെയ്യുക. ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു ഫിഗർ കിട്ടും. അപ്പം ഇതിനർത്ഥം എന്താണ്? 6 സെന്റിമീറ്റർ നീളമുള്ള ഈ വരയെ 4:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വരയായിരിക്കും ഈ വരച്ചിരിക്കുന്ന വര. ഓക്കെ. അപ്പം പരീക്ഷക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആദ്യം ഒരു പ്രോബ്ലം തരും, ഒരു പ്രവർത്തനം തരും. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോകണം. അപ്പം അതുമാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ശരിക്കും പഠിച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ ഇത് ഏറ്റവും വിഷമുള്ള ഒരു പാഠമാണിത്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.